ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ വലിയ തർക്കമാണ്. വലിയ തർക്കം എന്ന് പറഞ്ഞാൽ പോലെ പൊരിഞ്ഞ അടിയാണ്, വടംവലിയാണ്. നിങ്ങൾ അറിഞ്ഞോ? ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. രണ്ട് നേതൃത്വങ്ങളും കേരളത്തിലെ ബി.ജെ.പിയുടെ നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഇങ്ങനെ ഒരു വാദം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു. ആദിത്യ ജാക്കി എന്ന് പറയുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അങ്ങനെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന ഈ പോസ്റ്റ് കേരള ബി.ജെ.പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു? ആ പോസ്റ്റ് എടുത്ത് ടാഗ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്: ഇത് സത്യമാണെന്നും അല്ല എന്നും തൽക്കാലം സ്ഥിരീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ പ്രതികരണം. അപ്പോൾ ഒരു വിഷയമുണ്ടല്ലേ, വിഷയമുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. ഏത് സത്യമാണോ അല്ലയോ എന്ന് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു വടംവലി നടക്കുന്നുണ്ട് എന്ന കാര്യം ശരിയാണെന്നോ അല്ലെന്നോ ഞാൻ പറയുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ട്വീറ്റും വന്നു. അപ്പോൾ എന്തോ ഒരു വിഷയമുണ്ട്. എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, വിഷയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ്. RC മുഖ്യമന്ത്രിയാകുമോ? രാജീവ് ചന്ദ്രശേഖരല്ല, രമേശ് ചെന്നിത്തല എന്ന് ചോദിക്കുന്നവരുണ്ട്. VD സതീശൻ ആയില്ലെങ്കിൽ കേരളത്തിലെ തെരുവുകൾ കത്തുമെന്ന് മുക്കാൽ മീഡിയ, മറ്റേ അടുപ്പുകൂട്ടി ചർച്ചക്കാരുണ്ടല്ലോ, അവരുടെ ഒരു കാർഡ് ഞാനിപ്പോൾ കണ്ടു. അവർ അടുപ്പുകൂട്ടി ചർച്ചയുടെ വിഷയമാണ് തെരുവിലെ സതീശൻ. സതീശൻ ഇനി തെരുവിലാണ്. സതീശൻ വഴിയാധാരമായി പോയി എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. അത് പിന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണം എന്ന് പറയുന്ന വാദം. ഇങ്ങനെ 3 വാദങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ ബി.ജെ.പിയുടെ ആവശ്യം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണമെന്നതാണ്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന് KC ഡൽഹിയിൽ വേണം. ഇതാണ് ആദിത്യ ജാക്കി പറയുന്നത്. ആദിത്യ ജാക്കിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഹിലേറിയസ് ടഫ് ഫൈറ്റ് ബിറ്റ്വീൻ കേരള ബി.ജെ.പി ആൻഡ് നാഷണൽ ബി.ജെ.പി. കേരള ബി.ജെ.പി വാണ്ട്സ് KC വേണുഗോപാൽ ഇൻ കേരള. കേരളത്തിലെ ബി.ജെ.പിക്ക് KC വേണുഗോപാൽ കേരളത്തിൽ വേണം. എന്നാൽ നാഷണൽ ബി.ജെ.പി വാണ്ട്സ് KC വേണുഗോപാൽ ഇൻ ഡൽഹി. ഇതാണ് ട്വീറ്റ്. ഈ ട്വീറ്റിനെയാണ് റീട്വീറ്റ് ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ, ഞാനിത് നിഷേധിക്കാനും പോണില്ല, ഞാനിത് അംഗീകരിക്കാനും പോണില്ല. അപ്പോൾ എന്താണ് കാര്യം? നോക്കൂ, കേരളത്തിലെ ബി.ജെ.പി ആഗ്രഹിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ വരണം എന്നാണ് ആദിത്യ ജാക്കി പറയുന്നത്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. VD സതീശൻ എന്തായാലും വരണ്ട. VD സതീശനെ പോലെ ഹിന്ദു വിരുദ്ധനായ, ബി.ജെ.പി വിരുദ്ധനായ ഒരാൾ സമീപകാലത്ത് കോൺഗ്രസിൽ വേറെ ഉണ്ടായിട്ടില്ല. നമ്മൾ കോൺഗ്രസിൽ ഒരുപാട് പേരെ നമുക്കറിയാം. KC വേണുഗോപാൽ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും നമ്പർ 10 ജൻപത്തിലെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലെ അടുക്കളക്കാരനുമൊക്കെ ആണെങ്കിലും കേരളത്തിൽ വന്നിട്ട് ബി.ജെ.പിക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ അങ്ങനെ വലിയ ഗോഗ്വാവിളിയൊന്നും KC വേണുഗോപാൽ നടത്തിയിട്ടില്ല. ഇനി രമേശ് ചെന്നിത്തലയാണെങ്കിൽ, രമേശ് ചെന്നിത്തലയുടെ കുറിച്ച് ഈ മുസ്ലിം ലീഗുകാർ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ മുണ്ട് പൊക്കി നോക്കിയാൽ കാക്കി ട്രൗസർ കാണാമെന്നാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല വരുന്നത് ഒരു തരത്തിലും ലീഗുകാർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം പുള്ളി RSS പശ്ചാത്തലമുള്ള കുടുംബക്കാരനാണെന്നാണ് ഇവർ ലീഗുകാർ അല്ലെങ്കിൽ മുസ്ലിംകൾ ആക്ഷേപിക്കുന്നത്. ഒരു കോൺഗ്രസിനകത്തെ സംഘിയാണത്രേ രമേശ് ചെന്നിത്തല. KC ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹിന്ദു വിരുദ്ധനല്ലാത്ത ഒരാൾ. മുസ്ലിം ലീഗിന് അത്ര വലിയ പദ്യം ഒന്നുമില്ല. KCക്കാണ് ഇപ്പോൾ വലിയ ആഗ്രഹമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഒരു UDF മന്ത്രിസഭ ഉണ്ടാക്കാവുന്ന സാഹചര്യം വന്നിരിക്കുന്നു. 22 പേർ ലീഗിനുണ്ടെങ്കിലും ലീഗിനെ മാറ്റി നിർത്തിയാലും 80 കിട്ടും UDFന്. സുഗമമായി ഭരിക്കാം. ലീഗ് വലിയ പ്രശ്നമുണ്ടാക്കിയ ഇരിയട അവിടെ എന്ന് പറയാൻ UDFൻ്റെ മുഖ്യമന്ത്രിക്ക് കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ ലീഗ് എങ്ങാനും പിണങ്ങി LDFിലേക്ക് പോയാലും 35 സീറ്റുള്ള LDFുമായി ചേർന്ന് 22 ലീഗുകാർ പോയിട്ട് എന്തെടുക്കാനാണ്? അപ്പോൾ ലീഗ് വഴിയാധാരമായി നെഹ്റു ചത്ത കുതിരയെന്ന് പറഞ്ഞ ലീഗ് രാഷ്ട്രീയമായി കുറച്ച് 22 MLA-മാർ, ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 27 സീറ്റിൽ മത്സരിച്ച് 22 MLA വരെ കിട്ടുന്നത്. എന്നിട്ടും ലീഗിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഇടത്തോട്ട് പോകാനും വയ്യ, വലത്ത് നിന്നിട്ട് കാര്യവുമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നത്. ആ അവസരത്തിൽ മുഖ്യമന്ത്രിയാവണമെന്ന് KC വേണുഗോപാൽ ആഗ്രഹിച്ചാൽ എന്താ തെറ്റ്? പിന്നെ KCക്ക് കൃത്യമായിട്ട് അറിയാം, ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൂടെയൊക്കെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ കേരളത്തിൽ അധികാരം കിട്ടി, കർണാടക ഇലക്ഷൻ വരികയാണ്, ഉറപ്പായിട്ടും അധികാരം പോകും. തെലങ്കാനയിൽ
വലിയ പാടാണ് പിടിച്ച് നിൽക്കാൻ. ഹിമാചലിൽ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തും എന്ന് നോക്കിയിരിക്കുകയാണ് ജനങ്ങൾ. കേരളത്തിൽ പിണറായി വിജയനെ ഓടിച്ചതിനേക്കാളും മാരകമായ അടി കൊടുത്ത് ഹിമാചലിലെ കോൺഗ്രസ്സുകാരെ ഹിമാചലിലെ ജനം ആട്ടിപ്പായിക്കും. അപ്പോൾ അനുനിമിഷം തകർന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിലേക്ക് പോകണ്ട, ആപ്പ് ഭരിക്കുകയാണ്. അവിടെ ബി സർവ്വസന്നാഹവുമായി സന്നാഹമൊരുക്കി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചാബും നോക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒരിടത്തും അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ നിലവിലില്ല. ഇന്ത്യയിൽ ഭരണം തിരിച്ചു പിടിക്കാമെന്നുള്ള മോഹവുമില്ല. ആസേതു ഹിമാചലം ഇന്ത്യ ഭരിച്ചിരുന്ന ഈ പാർട്ടിക്ക് ഇപ്പോൾ പഴയ ശക്തിയൊക്കെ ഓർമ്മ മാത്രമാണ്. പഴയ തഴമ്പുകൾ പോലും മാഞ്ഞു തുടങ്ങി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് മന്ത്രിസഭയിലെ രണ്ടാമനായിട്ട് എം പി ആയിരുന്നു വാഴാമെന്നും എന്നുള്ള മോഹമൊക്കെ സി വേണുഗോപാലിന് എന്നേ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇത്ര നല്ല ഭൂരിപക്ഷമുണ്ടപ്പോൾ ലീഗിനെ പേടിക്കാതെ ഭരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടാകുമ്പോൾ ഇപ്പോഴെങ്കിലും താൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ എപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന് സി വേണുഗോപാൽ ആലോചിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പോൾ അത് നന്നായി. ഈ രമേശ് ചെന്നിത്തലയും സതീശനും ആകുന്നതിനേക്കാൾ നല്ലത് സി വേണുഗോപാൽ ആകുന്നതാണ് നല്ലത്. ബാക്കിയുള്ള ആളുകൾ കരുണാകരനിട്ട് പണിതിട്ടുണ്ട് കോൺഗ്രസ്സുകാർ, കെ ആൻ്റണിക്കിട്ട് പണിതിട്ടുണ്ട് കോൺഗ്രസ്സുകാർ, ഉമ്മൻചാണ്ടിക്കെതിരെ പണിതിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. CPM-കാരും BJP-കാരും അല്ല, കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് സി വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഉറപ്പായും സതീശൻ്റെ കൂടെ ലീഗ്, പൊളിറ്റിക്കൽ ഇസ്ലാം സി വേണുഗോപാലിട്ട് പണിയും. 8 അല്ല 88 പണിയും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ കേരളത്തിൽ ശിഥിലീകരിക്കാൻ ഏറ്റവും നല്ലത് സി വേണുഗോപാലാണ്. അതുകൊണ്ട് സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന്, ലീഗിനെ തള്ളിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ വരട്ടെ എന്ന് BJP ആഗ്രഹിച്ചാൽ എന്താ കുഴപ്പം? ഇത് കേരള BJP-യുടെ ആഗ്രഹമാണ്, രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആഗ്രഹമാണ്. അത് അവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും മികച്ച ഒരു തീരുമാനമാണ്. പക്ഷേ കേന്ദ്രത്തിൽ അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി ഓരോ നിമിഷവും എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ, കൊളമായിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളുടെ പിന്നിൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനം ഇദ്ദേഹത്തിനില്ലല്ലോ. അല്പമെങ്കിലും ഉള്ളത് സി വേണുഗോപാലിനാണ്. സി വേണുഗോപാൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് രാഹുൽ ഗാന്ധി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അനുദിനം കുഴിയിലാക്കിക്കൊണ്ടിരിക്കുന്ന നയപരിപാടികൾ നടപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന സി വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് BJP-യുടെ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതിൽ തെറ്റുണ്ടോ? കേരളം റെഡിയാക്കി എടുക്കാൻ സി വേണമെന്ന് RCയും, അങ്ങനെയല്ല ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് റെഡിയാക്കി എടുക്കാൻ RC ഡൽഹിയിൽ വേണമെന്ന് അമിത്ഷായും ആഗ്രഹിക്കുന്നു. ഇത് കേരളവും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള ഒരു തർക്കമാണ്, ഒരു വടംവലിയാണെന്നാണ് പരിഹാസ രൂപേണ ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. ആ പരിഹാസത്തെ എൻഡോഴ്സ് ചെയ്തിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണെന്ന് പറയാനും പറ്റില്ല. എന്നാലൊട്ട് സ്ഥിരീകരിക്കാൻ ഞാനും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിമാർ വന്നു കഴിഞ്ഞു. ഹിമന്ത ബിശ്വ മുഖ്യമന്ത്രിയായി, വിജയ് മുഖ്യമന്ത്രിയായി, സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി, തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് വരുമെന്നറിയില്ല. കേരളത്തിലെ സത്യത്തിൽ ജനങ്ങൾ ഇത് അർഹിക്കുന്നതാണ് കേട്ടോ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇത് സംഭവിക്കുമെന്ന് വളരെ മുമ്പേ അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു ദുരന്തമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള മനോരമയ്ക്ക് വരെ സ്വരം മാറുന്നു. ഇന്നത്തെ മനോരമ നോക്കി അറിയാം. മനോരമയ്ക്ക് നിരാശ, വേഭതു ഒക്കെ വന്നിട്ട് മനോരമ ആകെ എന്താ ഈ കാണിക്കുന്നത്, ഇവരൊക്കെ എന്ത് തരത്തിലാണ് ഇപ്പോൾ വാർത്ത കൊടുക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു. ഇന്ന് 11-ാം തീയതി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. 1, 2, 3 വെച്ച് CPM ആണെങ്കിൽ തീരുമാനിച്ചേനെ, ഉറപ്പാണ്. ഇനി BJP-ക്ക് അധികാരം കിട്ടിയാലും 1, 2, 3 വെച്ച് തന്നെ തീരുമാനിച്ചേനെ. പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് 102 MLA-മാരുടെ ഭൂരിപക്ഷം നിയമസഭയിലുണ്ടായിട്ടും 102 MLA-മാരുണ്ടായിട്ടും ഒരു സർക്കാർ രൂപീകരിക്കാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനിയുള്ള 5 വർഷക്കാലം, ഏതാണ്ട് 1500-ൽ പരം ദിവസങ്ങൾ ഈ സർക്കാർ ഭരിക്കുകയാണെങ്കിൽ, അണ്ടർലൈനാണ് കേട്ടോ, ഭരിക്കുകയാണെങ്കിൽ കേരളം എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്ന് മാറിയിട്ട് അവിടെ ഒരു വാടക വീടെടുത്ത് 6 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന 6 ബെഡ്റൂമുള്ള ഒരു കൂറ്റൻ വീട്, ചെറിയ വീടൊന്നും പറ്റത്തില്ലല്ലോ. തൊഴിലാളി വർഗ്ഗ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് എല്ലാ ആഡംബരങ്ങളിലും തന്നെ അദ്ദേഹത്തിന് താമസിക്കണം. അദ്ദേഹത്തിൻ്റെ പശുക്കളെയൊക്കെ തിരിച്ചു കൊണ്ടുപോയി 45 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ തൊഴുത്ത് എന്ത് ചെയ്യുമെന്നറിയില്ല. ഏതായാലും അദ്ദേഹം അങ്ങോട്ട് താമസം മാറി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്. സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവായിട്ട് വന്നാൽ പാർട്ടിക്കകത്തുള്ള തൻ്റെ പിടി കുറഞ്ഞു പോകുമോ എന്നൊരു സംശയമുണ്ട്. ആ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് കേരളം മുഴുവൻ ഓടി നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു ഡെപ്യൂട്ടി ലീഡർ,
പ്രതിപക്ഷ നേതാവിനെ കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ആലോചന പിണറായി വിജയൻ നടത്തുന്നുണ്ട്. എന്നിട്ട് ബാലഗോപാലിനെ ആക്കാം. ബാല നീ അവിടെ പോ, ബാലഗോപാല നീ ഇവിടെ പോ എന്നൊക്കെ പറഞ്ഞ് വിട്ടാൽ മതിയല്ലോ, കമാൻഡ് ചെയ്താൽ മതിയല്ലോ. ആജ്ഞാപിച്ചല്ലേ തമ്പുരാൻ്റെ ശീലമുള്ളൂ. അതുകൊണ്ട് അങ്ങനൊരു പദവി ഉണ്ടാക്കിയെടുക്കാൻ പിണറായി വരെ തയ്യാറാവുന്നു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നാണം കെട്ട് വിജയത്തിൻ്റെ എല്ലാ ഗരിമയും ചോർത്തിക്കളയുന്ന തരത്തിൽ നിൽക്കുകയാണ് യു ഡി എഫ് എക്കാലത്തും ഇങ്ങനെയാണ്, കോൺഗ്രസ് എക്കാലത്തും ഇങ്ങനെയാണ്. ഇങ്ങനെ തന്നെ ഇത് പോകത്തുള്ളൂ. ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഒരു 6 മാസത്തിനുള്ളിൽ മിക്കവാറും പിണറായി എത്ര ഭേദമായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുന്ന അവസ്ഥ ഇവർ ഉറപ്പായും ഉണ്ടാക്കുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ നാണം കെട്ട അധികാരക്കളി ഇവർ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അനൗൺസ് ചെയ്തിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തടി, വിലാപം, പിണങ്ങിപ്പോക്ക് ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വഴിയെ കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ദയവായി ഇന്ന് തന്നെ അത് ചെയ്യണേ. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ചാനലിലെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് പറയുന്ന ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അതിൻ്റെ ഫീഡ് തെളിഞ്ഞ് വരും. ആ ഫീഡിൽ നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബാറുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കണമുണ്ട്, അവിടെയും വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങൾക്ക് മുന്നിൽ മറ്റാരും പറയാത്ത വാർത്തകളുമായി ഞങ്ങൾ എന്നും ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. സഹായിക്കണം.